തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മര്യനാട് സ്വദേശി സേവ്യറാണ് മരിച്ചത്. ശക്തമായ തിരയടിയിൽ വള്ളം മറിയുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, നേരത്തെയും ഈ മേഖലയിൽ മര്യനാട് അപകടം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എത്ര മണിയോടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. ലക്ഷ്മി, ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ ഇതിപ്പോൾ രണ്ടാമത്തെ അപകടമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. മഴ കനത്തു പെയ്യുകയും കടൽ പ്രക്ഷുബ്ധമാവുകയും ചെയ്തതിന്റെ സാഹചര്യത്തിലായിരിക്കാം ഇത്തരം ഒരു അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സ്ഥിരം അപകടം സംഭവിക്കുന്ന ഒരു സ്ഥലമല്ല. എന്നാൽ മുതലപ്പുഴയ്ക്കടുത്തായി ഒരു 4-5 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ മര്യനാട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് 5:30 കൂടിയാണ് ഈ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്നത്. ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. അതിൽ പ്രധാനമായിട്ടും മര്യനാട് സ്വദേശിയായിട്ടുള്ള സേവിയറാണ് മരണപ്പെട്ടത്. 3 പേർക്ക് പരിക്കുണ്ട്. കരയിലുണ്ടായിരുന്നവരും സമീപത്തെ വള്ളങ്ങളിൽ ഉണ്ടായിരുന്നവരും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സേവിയറിനെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ ഇപ്പോൾ ജോൺസൺ, അനീഷ്, വിനോദ് തുടങ്ങിയവർ വള്ളത്തിലുണ്ടായിരുന്ന ഇവർ 3 പേരെയും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ ജോൺസന്റെ പരിക്ക് ഗുരുതരമാണെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ മരിച്ച സേവ്യറിന്റെ മകൻ അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിലായിരുന്നു ഇവർ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. ആ വള്ളമാണ് മറിഞ്ഞ് അപകടപ്പെട്ടത്. അഞ്ജു, അവിടെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നോ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, ഇത്തരത്തിൽ നിലവിൽ ഇപ്പോൾ മഴ ശക്തമായി തുടരുന്ന സാഹചര്യമാണ്. കടൽ പ്രക്ഷുബ്ധമാണ്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റുള്ള 3 പേരെയും തൊട്ടടുത്തുള്ള മത്സ്യത്തൊഴിലാളികൾ തന്നെ രക്ഷിച്ച് കരക്കെത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഉയർന്ന തിരമാല വരികയും ഒപ്പം തന്നെ ഏകദേശം മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റുൾപ്പെടെ വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഇവിടെ. ആ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥിരം അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശമല്ലായിരുന്നു ഇത്. പക്ഷേ നിലവിലെ സ്ഥിതി അനുസരിച്ച് കടൽ വളരെയധികം പ്രക്ഷുബ്ധമാണ്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം. ഇതിപ്പോൾ രണ്ടാമത്തെ അപകടമാണ്. മുൻപ് ഈ ഒരാഴ്ചക്ക് മുന്നേ തന്നെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് ഇപ്പോൾ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ ഈ വള്ളം മറിയുന്നത്. നേരത്തെ രാവിലെയോട് കൂടിയായിരുന്നു കഴിഞ്ഞ ഈ ഒരാഴ്ചക്ക് മുൻപ് ഒരു അപകടം ഉണ്ടാകുന്നത്. അത് കരയോട് അടുത്ത് തന്നെയാണ് നേരത്തെ മുൻപ് നടന്ന അപകടം ഉണ്ടായിരുന്നത്. അത് മത്സ്യബന്ധനത്തിന് പോകുന്ന സമയത്തായിരുന്നു ആ അപകടം. അതും ആ സമയത്തും ഇതുപോലെ കടൽ പ്രക്ഷുബ്ധമായിരുന്നു. ഉയർന്ന തിരമാലകൾ അടക്കം ഉണ്ടായിരുന്നു. ഈ മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇവർ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി, വീണ്ടും ഒരു മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെടുന്ന സാഹചര്യം മര്യനാട് ഉണ്ടായിരിക്കുന്നു. ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. അഞ്ജു ജയപ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.